Welcome to Flavors of Thailand. അതാണ് കോക്രറ്റ്, ആ ഭാഗത്ത് കാണുന്നത് അതാണ് ഐലൻഡ്. ആ ചെറിയ ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജില്ല, പാലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബോട്ട് മാർഗ്ഗം ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇതേ ബോട്ട് നിന്ന് തന്നെയാണ് നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 1000 ബാട്ടാണ്. ഇപ്പോൾ 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും നമുക്ക് മാത്രമായിട്ടൊരു ബോട്ട് വേണമെങ്കിൽ 1000 ബാട്ട്, ദാറ്റ് മീൻസ് 2000 രൂപ. അപ്പോൾ ഇത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലേക്ക് പോകാം. ഇതിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്ത. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ശനി ഞായർ ആയിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര തൊള്ളായിരുന്നു തന്നെ. ബോട്ട് പിടിക്കാനും ബോട്ടിൽ പോകാനും ഒക്കെ ആൾക്കാരുടെ ബഹളമായിരിക്കും. ഈ കോക്രറ്റ് എന്നുള്ള ഐലൻഡിൻ്റെ ചുറ്റും നടന്ന ഇവിടുത്തെ വിശേഷങ്ങൾക്കാണ്. ദ്വീപിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ പോവാണ്. ഇത് പ്രൈവറ്റ് ബോട്ട് എന്ന് പറയാൻ കാര്യം ഇനി ഈ ബോട്ടിൽ വേറെ ആരും കയറില്ല, നമ്മൾ മാത്രമേ. ഒരു വലിയ ബുദ്ധനെ കാണുന്നുണ്ട്. റംബട്ടോ എന്നാണ് പേര്. റംബട്ടോ എന്നാണ് ആ ബുദ്ധനെ പറയുന്നത്. അവിടെ ഭയങ്കര ഭീമാകാരമായ ബുദ്ധിസ്റ്റ് സ്റ്റാച്യു. റംബട്ടോ എന്നുള്ള ബുദ്ധ സ്റ്റാച്യു. ഇവിടെ ബുദ്ധിസമാണ് മേജർ റിലിജിയൻ. അതുകൊണ്ട് തന്നെ ബുദ്ധ ഗോഡാണ്, ദൈവത്തിൻ്റെ ഒരു പുരുഷൻ തന്നെയാണ്, ദൈവമാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉടലെടുത്ത് തന്നെ ഈ എന്താണ് ഐഡൽ വർഷിപ്പിനൊക്കെ എതിരായിട്ടാണ് ഒരു കാലത്ത്, ബുദ്ധൻ്റെ കാലത്ത്. പക്ഷെ അതെല്ലാം മാറി. ഇപ്പോൾ ബുദ്ധനെ തന്നെ ദൈവമായിട്ട് സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഇമേജസ് ഒക്കെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന രീതിയാണ് ബുദ്ധിസം ഫോളോ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട്, ഗോൾഡൻ കളർ ബുദ്ധ. അതൊരു ടെമ്പിളാണ്. ആ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് ബുദ്ധൻ്റെ ഇത്രയും വലിയൊരു സ്റ്റാച്യു. അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റും. അത് ആണെങ്കിൽ ബോട്ടിൽ അവിടെ പോയി അവിടെ നിന്ന് ബുദ്ധ ടെമ്പിളിലൊക്കെ പോയി ബുദ്ധനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗത്തേക്കും ആൾക്കാർ ബോട്ടിലാണ് പോകുന്നത്. ഇതുവഴിയുള്ളവർ ആ ഭാഗത്തുനിന്ന് ബോട്ടിലാണ്. പിന്നെ നമ്മളെപ്പോലെ ബോട്ട് ട്രിപ്പ് എടുക്കുന്നവർക്കും വേണമെങ്കിൽ അവിടെ പോയി ബുദ്ധനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചു വരാം. അങ്ങനെ ക്രോക്കറ്റ് എന്നുള്ള ആ ദ്വീപ് നമ്മളിങ്ങനെ കണ്ട് പോവുകയാണ്. ക്രോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കയറാം. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും ഒരു ചെറിയൊരു വള്ളമെങ്കിലും ഉണ്ടാകും. കാര്യം ഇത് കുട്ടനാട് പോലെയാണ്. അതിൻ്റെ പ്രതീതിയാണ് ഇവിടെ കാണുമ്പോൾ തോന്നുന്നത്. അത് ജനിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. നോക്കൂ, എല്ലാ വീടുകളിൽ നിന്നും സ്റ്റെപ്സ് ഉണ്ട് വെള്ളത്തിലേക്ക്. അതുകൂടാതെ ഒരു ബോട്ടും എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്, ഒരു വള്ളം. അപ്പോൾ ജലഗതാഗതമാണ് ഇവരുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇതിൽ വള്ളത്തിലൂടെയാണ് അപ്പുറം ഇപ്പുറം പോകുന്നത്. അപ്പം മെയിനായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടാതെ എല്ലാവർക്കും അപ്പന ബോട്ടുണ്ട്. വീട്ടിലൊരു കാറ് അല്ലെങ്കിൽ ബൈക്ക്, ഒരു സ്കൂട്ടർ, ഒരു സൈക്കിൾ ഉള്ളതുപോലെ എല്ലാവർക്കും ഒരു ബോട്ടും സ്വന്തമായിട്ടുണ്ട്.
നല്ല രസമുണ്ടല്ലോ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു കൾച്ചറും ഈ ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മറിയും ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഇല്ലാതിരിക്കുന്നതാണ്. അവർക്ക് അവരുടെ മോൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിളാണ് ഇവിടെ താമസിക്കുന്നത്, മോൺ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോട്ട് ചേട്ടൻ ബോട്ട് ഒരു സൈഡിലേക്ക് അടുപ്പിക്കുകയാണ് ക്രോക്കറ്റ് വില്ലേജിൻ്റെ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ഒന്ന് നമുക്ക് കാണണം. അതിൽ പോട്ടറി മേക്കിംഗ്, എന്താ പറയുക, മണ്ണ് കൊണ്ടൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാക്കുമല്ലോ, പോട്ട്സ്, ചട്ടി, അങ്ങനത്തെ എല്ലാം അത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. മേജറായിട്ട് ബാങ്കോക്കിലേക്കുള്ള പോട്ടറി മേക്കിംഗ് എല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്, കോക്രച്ചിൽ നിന്നാണ്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആദ്യം എത്തുന്നത്. പഴയ ബിൽഡിങ്സ് എല്ലാം ഒരുപാട് കാണാം നമുക്കിവിടെ. ചെറിയ വള്ളത്തേൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നു നോക്കും, ചെറിയ വള്ളത്തിൽ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു, വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇത് തനി കുട്ടനാട് തന്നെ, എങ്ങനെ നോക്കിയാലും കുട്ടനാട് പോയ ഒരു ഫീലാണ് എനിക്കിപ്പോൾ. തായ്ലൻഡാണിത്, പക്ഷേ നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ സാറ്റർഡേ സൺഡേ വരികയാണെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റും വീക്കെൻഡ് മാർക്കറ്റും എല്ലാം കാണാൻ സാധിക്കും. ഇന്ന് തിക്കും തിരക്കും ഒന്നുമില്ല, കാര്യം ഇന്നിപ്പോൾ വീക്ക് ഡേ ആണ്, അതുകൊണ്ട് ആരും വരില്ല. സിറ്റിയിൽ നിന്നുള്ള പരിഷ്കൃതരായ ആൾക്കാരെല്ലാം വീക്കെൻഡ് ചിലവഴിക്കാൻ വരുന്ന സ്ഥലവും കൂടിയാണ് റോക്കറ്റ്. അവർക്കൊരു എന്താ പറയുക, തിരക്കിൽ നിന്ന് മാറി ഒരു റസ്റ്റിക്കായിട്ടൊരു വില്ലേജ് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റിയ സ്ഥലമല്ലേ റോക്കറ്റ്. നോക്കൂ, ഈ വീടുകളെല്ലാം തന്നെ അതേ സ്റ്റെപ്സ് വെച്ചിരിക്കുന്നുണ്ടോ, വെള്ളത്തിലേക്ക് സ്റ്റെപ്സ്, ഒരു ബോട്ട്. ആ പാറ്റേൺ തന്നെ അങ്ങനെയാണ്, എല്ലാം അങ്ങനെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഐലൻഡ് തന്നെ ഈ ഒരു കനാൽ ഉണ്ടാക്കിയപ്പോൾ രൂപപ്പെട്ട ഐലൻഡാണ്. മണ്ണ് കോരിയിട്ട് ആണ് ഈ ഐലൻഡ് അല്ലെങ്കിൽ ഈ ദ്വീപ് സൃഷ്ടിച്ചത്. ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. ഇവിടുത്തെ വീടുകളെല്ലാം എന്ത് രസമാണ്, എല്ലാം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അറ്റത്ത്. എനിക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന വീടുകളില്ലേ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, അത്തരം വീടുകൾ പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ആൻഡമാൻസിൽ കണ്ട വീടുകൾ, ലിറ്റിൽ ആൻഡമാൻസ്, ഇങ്ങനെ തൂണുകളുടെ മുകളിലായിട്ട് കൺസ്ട്രക്ഷൻ. കുറച്ച് ഭാഗങ്ങളെല്ലാം വീടില്ലാണ്ട് ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ വളർന്ന് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്, നാച്ചുറൽ ഹാബിറ്ററ്റ് പോലെ. കുറേ ഭാഗത്ത് ഇങ്ങനെ തിങ്ങിയ വീടുകളും ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വീടുകൾ കണ്ടുപോകും. കാര്യം നമ്മളെ കൊണ്ട് ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലല്ലോ. നമുക്ക് ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ, അപ്പോൾ ഒരു ഭാഗത്ത് നിർത്തി തരണം എന്ന് ഞാൻ പറയുമായിരുന്നു. നമുക്ക് അകത്ത് പോയി കാഴ്ചകൾ കാണണം. വെറുതെ റിവർ സവാരി മാത്രം മതിയോ, പോരല്ലോ. വാഹനം ഒന്ന് ടേൺ ചെയ്ത് ആ ഭാഗത്തേക്ക് പോവാം. കംപ്ലീറ്റ് റിവറിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്യണത് പുള്ളിക്ക് തന്നെ വലിയ പിടിയില്ല. എന്തായാലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അകത്ത് കയറി കണ്ടിട്ടേ പോകുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നറിയുന്നത്. കോക്രച്ച്
അവരുടെ കാർ ഷെഡ് പോലെ ബോട്ട് ഷെഡാണ്. അതിനകത്തൊരു ബോട്ടോ വള്ളമോ എന്തെങ്കിലും കാണും. മേളിലോട്ട് വീട്, താഴെ മറ്റേ എന്താ പറയുക പില്ലേഴ്സിൻ്റെ ആ ഭാഗത്താണ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, വേറൊരു ജീവിതമാണ് ഇവിടെ. നല്ല ഇൻട്രസ്റ്റിംഗ്. കോക്രറ്റ് എന്നുള്ള ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത നമ്മൾ ഈ കാണുന്ന വീടുകൾ മാത്രമാണ്. അതായത് ഈ റിവറിൻ്റെ സൈഡിൽ കാണുന്ന കൺസ്ട്രക്ഷൻസ് മാത്രമാണ് ഇവിടെ ആൾതാമസമുള്ള ഭാഗം. ഇതിൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതല്ല ഈ ഐലൻഡിലെ കൃഷിസ്ഥലങ്ങൾ മാത്രമാണ്. തെങ്ങ്, വാഴ, പിന്നെന്താ കരിമ്പ്, അങ്ങനെയുള്ള സാധാരണ കുറേ പാഴ്ചെടികൾ, സാധാരണ മരങ്ങൾ ഒക്കെ ആയിട്ട് അവരുടെ കൃഷിഭൂമിയാണ്. താമസമൊന്നുമില്ല ആരും അകത്തോട്ട്. ആൾക്കാർ താമസിക്കുന്ന എല്ലാം ഇങ്ങനെ റിവറിൻ്റെ സൈഡിൽ വീട് വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് അപ്പോൾ ക്രോക്കറ്റ് എന്നുള്ള ഗ്രാമം. ഇത്രയേ ഉള്ളൂ. വീക്കെൻഡ് മാർക്കറ്റ് വരുമ്പോൾ ഈ ഭാഗത്തെല്ലാമാണ് കച്ചവടവും നടക്കുന്നത്. ഇപ്പോൾ ബോട്ടയിലും വള്ളത്തേലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ ബിസിനസ്. ചില ബിൽഡിങ്സ് എല്ലാം ഒരു ഡൈലാബിലേറ്റഡ് കണ്ടീഷനിലാണ്. ആൾതാമസമില്ല, അടച്ചുപൂട്ടിയ മട്ടുണ്ട്, ഇളകിയൊക്കെ കിടക്കുന്നു. അതേ ആൾക്കാർ ഇതുപോലെ നമ്മൾ പോകുന്ന പോലെ ഈ റിവറിലൂടെ ഒരു സവാരി നടത്തുകയാണ്. അത് ഒരു ലോങ് ടെയിൽഡ് ബോട്ടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വ്യത്യസ്തമായ ഒരു കോൺട്രാസ്റ്റിംഗ് കാര്യമാണ്. കാര്യം ഈ ഭാഗത്തൊരു ഗ്രാമീണമായ അന്തരീക്ഷം, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ ഏറ്റവും വലിയ കാഴ്ചകൾ അപ്പുറത്തെ സൈഡിലോട്ട് കാണാം. വലിയ വലിയ ബിൽഡിങ്സും കോൺക്രീറ്റ് ജംഗിൾ പോലെ. അത് ദ്വീപിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പുറത്തെ സൈഡിൽ സാധാരണക്കാർ താമസിക്കും. ശരിയെല്ലാം കൊണ്ടുവന്ന് നോക്കുക. കോൺവോയ് പോലെ കോൺവോയ് ബെൽറ്റിൽ സാധനങ്ങൾ പോകുന്ന പോലെ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ, വീട് പണിക്കുകയോ ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ 2 വള്ളത്തേലൊക്കെ വലിച്ചുകൊണ്ട് പോകും. കാഴ്ചകൾ കാണാനുള്ള സ്ഥലം ഈ ബോട്ടിനകത്തുണ്ട്. ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ല. ആ ബുദ്ധൻ എന്ത് ഭംഗിയല്ലേ, ആ നീലാകാശത്തിൻ്റെ താഴെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഗോൾഡൻ ബുദ്ധ നല്ല നന്നായിട്ടാണ് അത് സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി. ഇവരുടെയൊക്കെ ഒരു രക്ഷകനെ പോലെ ഇങ്ങനെ ബുദ്ധ അവിടെ നിൽക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും കാണാമല്ലോ അല്ലേ ബുദ്ധനെ. എന്തായാലും നമ്മൾ ഐലൻഡിലേക്ക് കയറുകയാണ്. കോക്രറ്റ്. അതാണ് ഇവിടെ ഇങ്ങനെ പോട്ടറി, ഇവിടെ ഒരുപാട് കടകൾ, കാര്യങ്ങൾ, സ്റ്റോൾസ് എല്ലാം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും ലൈവ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ ലൈവ് ആകും. പിന്നെ ശനി ഞായറാണെങ്കിലും ഭയങ്കര തിരക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഐലൻഡിൻ്റെ അകത്തെ കാഴ്ചകൾ. വീടുകൾ, വീടുകൾ, വീടുകൾ. വീടിനോട് ചേർന്ന് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്. അങ്ങനെ കറങ്ങി രാത്രി കാഴ്ചകളുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇതൊരു തായ് ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ്. സീ ഫുഡ്, തായ് സ്പെഷ്യാലിറ്റീസ്, ഒത്തൻറ്റിക് ഇവിടുത്തെ തായ് മുസ്ലിം പീപ്പിൾ കൂടുതലായിട്ടും ഷോപ്സ് നടത്തുന്ന ഏരിയയാണ്.
ക്ലാങ് സോയ് ഹലാൽ ഫുഡ്. ഇത് ഹലാൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ക്ലാങ് സോയ് സീ ഫുഡ് കടയാണ്. സ്ക്വിഡ്, ഷ്രിം, ക്രാബ്, ഫിഷ്, ക്ലാം, ഡീപ് ഫ്രൈഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്ത് വേണം, ഇഷ്ടംപോലെ ഐറ്റംസ്. പിന്നെ ഇതെല്ലാം ലൈവായിട്ട് ഇവിടെ വാങ്ങാനും കിട്ടും. നമുക്ക് സെലക്ട് ചെയ്താൽ മതി. നല്ല ലോബ്സ്റ്റർ ഉണ്ട്, ഷ്രിംസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു അക്വേറിയത്തിൽ പോയതുപോലെയാണ്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, അവരോട് പറയുക, അവർ കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ നമുക്കിവിടെ കുറച്ച് കുക്കിങ്സ്, ഇവരുടെ സ്പെഷ്യാലിറ്റി കുക്കിംഗ് ഒക്കെ ഒന്ന് കാണാം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ എല്ലാ ഡിഷസിൻ്റെയും പിക്ചേഴ്സ് എല്ലാം കണ്ട് ബ്യൂട്ടിഫുൾ. ഇത് നമുക്ക് കണ്ട് മേടിക്കാൻ പറ്റും, എന്ത് വേണം ഏത് വേണം എന്നെല്ലാം കറക്റ്റായിട്ട്. അപ്പോൾ അവർ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ടോമിയം ചിക്കൻ സൂപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ടോമിയം എന്ന് പറയുന്നത്, ടോമിയം സൂപ്പ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, തായ്. അപ്പോൾ അത് ആദ്യം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇവിടെ അതിൻ്റെ പേസ്റ്റ് പോലെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. എന്താ നല്ല മണമുള്ള ഇതിൽ വരുന്ന കാര്യങ്ങൾ ഫ്രൈഡ് ഓണിയൻ, ഗാർലിക്ക്, പുളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇതെല്ലാം കൂടി ചേർന്ന് വറുത്ത് അരച്ച് വയ്ക്കുന്ന പേസ്റ്റാണ്. അത് കുറച്ചെടുത്തിട്ടു. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം. ഇനി ഇതിനകത്ത് ചേരുന്ന ബാക്കി കാര്യങ്ങൾ കാഫർ ലൈം ലീവ്സ്, പിന്നെന്താ മഷ്റൂംസ്, ദിസ് ഈസ് ഓണിയൻ ആൻഡ് ടൊമാറ്റോ, ലെമൺ ഗ്രാസ് ആൻഡ് ചിക്കൻ, റൈറ്റ്? ഓക്കെ, ഇതിപ്പോൾ തിളച്ചു തുടങ്ങി. യെസ്, ഇതാണ് പേസ്റ്റ്. ടോമിയമ്മ ചേർക്കുന്ന പേസ്റ്റാണിത്. സ്പൈസി ഇതാണ് ചേർത്ത്. ഇത് സ്പൈസി ടോമിയം ആണെങ്കിൽ ഈ പേസ്റ്റ് ചേർക്കും. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതാണ്. ഇത് ടേസ്റ്റ് അറിയാം, നൈസ്. ഇതിൽ പുളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, ഗാർലിക്കുണ്ട്, വറ്റൽമുളക്, ഇതെല്ലാം കൂടി വറുത്ത് പേസ്റ്റ് ആക്കുന്നതാണെന്ന് തോന്നുന്നു. അതിങ്ങനെ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡ്. ഇപ്പം നന്നായിട്ട് തിളക്കുകയാണ് ഇതിൽ. ഓക്കെ, ചിക്കൻ ഉണ്ട്, അത് ചിക്കൻ പേസ്റ്റ്. ഓക്കെ, ഇനി ഇടാൻ പോണത് അജിനോമോട്ടോ. ഓക്കെ, ഒരുപാട് അജിനോമോട്ടോ ഇടും, 1 ടീസ്പൂൺ. ദിസ് സൈഡ്, ദിസ് ഇസ് സെയിം, ദിസ് ഇസ് അജിനോമോട്ടോ അഗെയിൻ. വേറൊരു ടൈപ്പ് ഓഫ് അജിനോമോട്ടോ. അജിനോമോട്ടോ 2 തരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷുഗർ, ഓക്കെ, കുറച്ച് പഞ്ചസാര, ഫിഷ് സോസ്. ഓക്കെ, ഫിഷ് സോസ് കുറച്ച് അത് ഒഴിച്ചു. ഓക്കെ, ലെമൺ അതും ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് വാങ്ങിക്കാൻ കിട്ടും കുപ്പിയിൽ. ഓക്കെ, ലൈം ജ്യൂസ്. ഇതാണ് ഇതിൻ്റെ സ്വാദ്. ഒരു പുളിയും എരിവും എല്ലാം കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ്. ഇനി ചിക്കൻ്റെ പീസസ്. ഇനി എടുത്തു വച്ചിരിക്കുന്ന മഷ്റൂം, സവാള, ടൊമാറ്റോ വലിയ സ്ക്വയർസായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കാഫർ ലൈം ലീവ്സ്, ആ നാരങ്ങയുടെ ഇല, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ലെമൺ ഗ്രാസ്. അപ്പോൾ ഇവരുടെ ടോമിയമിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലും കൂടി ലാസ്റ്റ് ഒഴിക്കും. നമുക്ക് എല്ലാം കൂടി കിടന്ന് തിളയ്ക്കുന്നു. ഓക്കെ, ഗുഡ്. എല്ലാത്തിൻ്റെയും കറക്റ്റാണോ എന്ന് ചോദിക്കുകയാണ്. എരിവൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നു ലാസ്റ്റ്, ഒരല്പം. ആയിക്കഴിഞ്ഞു. വളരെ ഫാസ്റ്റാണ് ടോമിയം സൂപ്പ്, ടോമിയം ചിക്കൻ.
ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ വെജിറ്റബിൾസ് ആ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കണം. അതാണ് ആ ടോം യം. അതിൻ്റെ ആ സത്ത് ഇറങ്ങണം, അതിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങണം. അപ്പം അതിൻ്റെ ആ സൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ സൂപ്പാണ്. അതിങ്ങനെ ആ ചാറാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്ത് സ്വാദം അറിയാത്. ടോം യം ചിക്കൻ. അങ്ങനെ ടോം യം ചിക്കൻ സ്പൈസി തായ് സ്റ്റൈൽ. ടോം യം എന്ന് പറഞ്ഞാൽ തന്നെ ചായ ആണ്. നല്ലൊരു പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന് ബ്യൂട്ടിഫുൾ ഒരു കാര്യം. ഇവരുടെ കോമ്പിനേഷൻ നമ്മൾ സാറിന് ആപ്പറ്റൈസർ പോലെ ആദ്യം സൂപ്പ് കുടിച്ചിട്ട് മെയിൻ കോഴ്സിലേക്ക് പോകും. പക്ഷേ ഇവിടെ തായ്ക്കാർ റൈസും എല്ലാം സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യും സൂപ്പ്. എന്നിട്ട് സൈഡിൽ നിന്ന് റൈസ് കഴിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്താണ് കഴിക്കുന്നത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇതൊരു നല്ല സൂപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോം യം സൂപ്പ്. ഇതിൻ്റെ സ്വാദ് എൻ്റെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്, ആസ്വദിക്കുകയാണ് തായ് ഫ്ലേവർ.